BJP-ക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ മതേതര മുന്നണിയുടെ ഭാഗത്ത് നിൽക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേറെ ആരെ കിട്ടും? അപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ മതേതര ഇന്ത്യയെ നയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകും. ബംഗാൾ, കേരളം, ത്രിപുര. ബംഗാൾ, കേരളം, ത്രിപുര, ആ 3 സംസ്ഥാനങ്ങൾ അതിലൂന്നി ഞങ്ങൾ ചെങ്കോട്ടയിലും ചെങ്കൊടി പാലിക്കും എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞതെങ്കിൽ ഇന്ന് ബംഗാളിലവരുണ്ടോ? ത്രിപുരയിലവരുണ്ടോ? കേരളത്തിലും പാർലമെന്റ് ഇലക്ഷനിൽ അവരുടെ സ്ഥിതി എന്താണ്? സത്യത്തിൽ എന്റെ മറ്റൊരു സഹപാഠി AK ബാലൻ അവസാനം പറയേണ്ടി വന്നില്ലേ, ഇങ്ങനെ പോയാൽ നമ്മുടെ ചിഹ്നം ഈനാമ്പേച്ചിയും മരപ്പട്ടിയായിരിക്കും എന്ന് മാർക്സിസ്റ്റ് യോഗത്തിൽ AK ബാലന് തന്നെ പറയേണ്ടി വന്നു എങ്കിൽ ഇന്ത്യ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുണ്ട്. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അഴിമതി മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് വരുന്ന ഞങ്ങൾക്കറിയാം, ശ്രീ K. സുധാകരനും KC വേണുഗോപാലിനും KC ജോസഫിനും നന്നായിട്ടറിയാം, കണ്ണൂരിൽ ഇപ്പോഴും അക്രമ രാഷ്ട്രീയം അരങ്ങേറുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് കോൺഗ്രസ് പതാക നശിപ്പിച്ചു, അതുപോലെ രാഷ്ട്രപിതാവിന്റെ നാമധേയത്തിലുണ്ടാക്കിയ സ്തൂപം നശിപ്പിച്ചു. ആ സ്തൂപം നശിപ്പിച്ചതിനെതിരായിട്ട് ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചപ്പോൾ പരസ്യമായിട്ട് പോലീസിന്റെ മുൻപിൽ വെച്ച് ആ പ്രതിഷേധ യോഗത്തെ പോലും ആക്രമിക്കാൻ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അവരിന്ന് കേരളം ഭരിക്കുമ്പോൾ അവർ തയ്യാറായി. തലശ്ശേരിയിലെ ക്ഷേത്രോത്സവത്തിൽ അടികൊണ്ട പോലീസുകാരെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്, മാർക്സിസ്റ്റുകാരുടെ അടികൊണ്ട പോലീസുകാരെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്ഥലം മാറ്റി അവർക്കാണ് താക്കീത് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഴിമതിയുടെ കാര്യം പറയണ്ട, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന അതീവ ഗൗരവമേറിയ അഴിമതി ആരോപണത്തിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ പിണറായി വിജയൻ ഉത്തരവില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 26 ഷാഫി ഇവിടെ പറഞ്ഞതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുന്നണിയെയും പാർട്ടിയെയും വിജയിപ്പിച്ചുകൊണ്ടാണ്. ബംഗാൾ, കേരളം, ത്രിപുര. ബംഗാൾ, കേരളം, ത്രിപുര, ആ 3 സംസ്ഥാനങ്ങൾ അതിലൂന്നി ഞങ്ങൾ ചെങ്കോട്ടയിലും ചെങ്കൊടി പാലിക്കും എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞതെങ്കിൽ ഇന്ന് ബംഗാളിലവരുണ്ടോ? ത്രിപുരയിലവരുണ്ടോ? കേരളത്തിലും പാർലമെന്റ് ഇലക്ഷനിൽ അവരുടെ സ്ഥിതി എന്താ?